ഇന്ത്യൻ മാർക്കറ്റിലും എല്ലാ മാർക്കറ്റിലെയും പോലെ ഒരു പ്രീമിയം സെഗ്മെൻ്റ് ഉണ്ട്. ഈ പ്രീമിയം സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം 5-10 ഈവൻ 5 സെഗ്മെൻറ്റ് താഴെ വരുള്ളൂ. ഇവർ ബ്രാൻഡഡ്, പ്രീമിയം, ബെസ്റ്റ് സർവീസ്, ബെസ്റ്റ് ക്വാളിറ്റി, BMW, മെഴ്സിഡീസ് ബെൻസ് എന്നൊക്കെ പറയുന്ന ലെവലിലുള്ള ആൾക്കാരാണ്. അവിടെ രണ്ടാമതുള്ളതിന് പറയുന്നത് നമ്മൾ പറയും മിഡിൽ ക്ലാസ് എന്ന് പറയാം, അല്ലെങ്കിൽ പറയും വാല്യൂ ഫോർ മണി മാർക്കറ്റ് എന്ന് പറയാം. അതായത് ബാങ്ക് ഫോർ ദ ബക്ക്. ഞാൻ കൊടുത്ത പൈസയ്ക്ക് പൈസ വസൂലാകാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റ് എനിക്ക് കിട്ടി, അല്ലെങ്കിൽ സർവീസ് എനിക്ക് കിട്ടിയിരിക്കണം. അത് മിഡിൽ ക്ലാസ്. താഴെയുള്ളവർ നോക്കുന്നത്, അവർ പറയുന്നത് ഇറ്റ് ഷുഡ് ബി ചീപ്പ്, ഏറ്റവും വില കുറഞ്ഞ സാധനമായിരിക്കണം, സോ ദാറ്റ് വി ക്യാൻ അഫോർഡ് ഇറ്റ്, വി ക്യാൻ ബൈ ഇറ്റ്. 3 പേർക്കും അവരുടെ ഉദ്ദേശങ്ങൾ വളരെ ക്ലിയറാണ്. ഏറ്റവും താഴത്തുള്ള ആൾക്കാർ കുറച്ച് ക്വാളിറ്റി ആയാലും അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസിലൊക്കെ കുറച്ച് കോംപ്രമൈസ് വന്നാലും എനിക്ക് അഫോർഡ് ചെയ്യത്തക്ക രീതിയിലുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും ഏത് രാജ്യത്തും മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. മുകളിലേക്ക് പോകും, അത് താഴേക്കും വരും. അത് താഴേക്ക് വരുന്നതനുസരിച്ചിട്ട് ഈ ബോട്ടം ഓഫ് ദ പിരമിഡ് ചുരുങ്ങും. അതേസമയം നമ്മൾ സാധാരണ ഇപ്പോൾ ഗ്ലോബ് ആസ് എ ഹോൾ എടുക്കുകയാണെങ്കിൽ ഒരു 800 കോടി ജനങ്ങളുള്ള ഈ ലോകത്ത് ഏകദേശം 50% താഴെ ഒരു ബോട്ടം ഓഫ് ദ പിരമിഡാണ്, ഏറ്റവും താഴെ നിൽക്കുന്നവരാണ്. പിന്നെ ഒരു 10-25-30% കൂടുതലായിട്ട് അത് മിഡിൽ ക്ലാസ് ആയിട്ട്, പിന്നെ ഒരു 10% താഴെ അല്ലെങ്കിൽ പ്രീമിയം മാർക്കറ്റുമായിരിക്കും. പ്രീമിയം മാർക്കറ്റിന് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അവർക്ക് അതിൻ്റെ സർവീസ്, ദ പ്രൈഡ് ഓഫ് ഓണർഷിപ്പ്, ദ എക്സ്ക്ലൂസിവിറ്റി ദാറ്റ് ദേ ഹാവ്, ദ പ്ലഷർ ദാറ്റ് ദേ ഡിറൈവ്, മറ്റുള്ളവർ കൂടുതൽ പേര് ഉപയോഗിക്കാത്തൊരു കാര്യം എന്നൊക്കെ പറയുന്ന കാര്യത്തിലാണ് പ്രീമിയം മാർക്കറ്റ് അവർ ഡെവൽ ചെയ്യുക. മിഡിൽ ക്ലാസ് മാർക്കറ്റ്, ഈ മിഡിൽ ക്ലാസ് തന്നെ 3 തരത്തിലുണ്ട്. ലോവർ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് എന്ന് 3 തരത്തിലുണ്ട്. അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെ പ്രീമിയത്തിലേക്ക് പോകുന്നു. ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ദ പിരമിഡിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഇവർ പറയുന്നത് പൈസ വസൂൽ, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള സർവീസ് പ്രോഡക്റ്റ് എനിക്ക് കിട്ടി. ഞാൻ 100 രൂപ കൊടുക്കുകയാണെങ്കിൽ 100 രൂപയുടെ സർവീസ് എനിക്ക് കിട്ടിയിരിക്കണം. 100 രൂപ കൊടുക്കുകയാണെങ്കിൽ 100 രൂപയുടെ ആ പ്രോഡക്റ്റിന് 100 രൂപയുടെ വർത്ത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകേണ്ട സ്ഥലം അത് ബോട്ടം ഓഫ് ദ പിരമിഡിലും വാല്യൂ ഫോർ മണി മാർക്കറ്റിലുമാണ്. പണ്ട് മാനേജ്മെൻറ്റ് വിദഗ്ധനായ പ്രൊഫസർ CK പ്രഹ്ലാദ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ബോട്ടം ഓഫ് ദ പിരമിഡ് 50% ഉള്ള സ്ഥലത്ത് ഒരു പ്രൊഡക്റ്റോ സർവീസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി വളരെ പെട്ടെന്ന് മുന്നേറുന്ന ഒരു സാധ്യത ഉണ്ടാകും. നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി എന്ന വോള്യത്തിലായിരിക്കും വരിക. അതായത് നിങ്ങളിപ്പോൾ 10 രൂപയുടെ സാധനം വിറ്റു, നിങ്ങൾക്ക് 50 പൈസ മാത്രമേ നിങ്ങൾ പ്രോഫിറ്റ് ഉള്ളൂ. പക്ഷേ ആ 10 രൂപയുടെ സാധനം നിങ്ങൾ 10,000 പേർക്ക് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർജിൻ ചരക്ക് കിട്ടും. അതായത് വാല്യൂ ഫോർ മണിയിൽ നോക്കുന്ന വെച്ചാൽ ഒരു മിനിമം 10% അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വാല്യൂ ഫോർ മണി വരുന്നത്. പ്രീമിയത്തിലാണ് ശരിക്കും കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുക. എല്ലാ ബിസിനസ്സിനും ഒരു സോഷ്യൽ കോസ്റ്റ്. ഈ ബോട്ടം ഓഫ് ദ പിരമിഡിലും വാല്യൂ ഫോർ മണി മാർക്കറ്റിലുമാണ് നമുക്ക് ആ സോഷ്യൽ കോസ്റ്റ് നിലനിർത്താനാവുക. ഈ ശരിക്കും നമ്മൾ പറയുന്ന പ്രീമിയം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള സംഭവമല്ല. ഒരു പ്രീമിയം നേച്ചർ, റിച്ച്നെസ് അല്ലെങ്കിൽ ഓസ്റ്റൻറ്റേഷ്യസ് ആയിട്ടുള്ള ലെവലിലുള്ള ഒരു ലിവിങ്ങിനെയാണ് പ്രീമിയം മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകാം, പക്ഷേ ശരിക്കും ഒരു സോഷ്യൽ ബിസിനസ്സിൻ്റെ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി മാർക്കറ്റും സെർവ് ചെയ്യുന്നതിൽ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കും.